ഹലോ മക്കളെ, ഇന്ന് നമ്മളൊരു കളി കാണാൻ വേണ്ടി വന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു കളിക്കൊരു പ്രത്യേകത ഉണ്ട്. ഗോൾഡൻ കപ്പിന് വേണ്ടി നമ്മളെ നാടിറക്കുന്ന ടീമാണ് ഇന്ന് കളിക്കുന്നത്. അപ്പോൾ നമുക്ക് വേണ്ടി ഇറങ്ങുന്നത് അൽമദീന ചെറുപ്പുളശ്ശേരിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് കാണാം കളിയുടെ വിശേഷങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ. ടിക്കറ്റ് എടുത്തു കേട്ടോ. നമ്മൾ ടിക്കറ്റ് 50 രൂപയുള്ളൂ. ഏട്ടൻ്റെ പേരെന്തേതോ? അജേഷ് ഏട്ടനും അശോക് ഏട്ടനുമാണ് ടിക്കറ്റ് കൗണ്ടറിലുള്ളത്. നമ്മൾ ടീം അവിടെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ടീം അവിടെ സെറ്റായി കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. മാറ്റിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. നമ്മൾ നാണയൊക്കെ ഇന്ന് നമ്മൾ ജയിക്കൂലേ? ജയിക്കാനാ വന്നിക്കണേ. കപ്പടിക്കും. ഗോൾഡൻ കപ്പ് നമ്മൾ അടിക്കണം. ഉത്സവമൊക്കെ ജയിക്കണം അല്ലേ? നമ്മൾ ചെക്കന്മാരൊക്കെ സെറ്റാട്ടോ. ജയിക്കൂലേ? നമ്മൾ ബാപ്പുവിനെ പിന്നെ അറിയില്ല നമുക്ക്. ബാപ്പുവിനെ നമുക്ക് ടീം ഇറക്കണത്. കളിനെ പറ്റിട്ട് ജയിക്കൂല. നമ്മളെ നാട്ടിലത്തെ പഴയ കളിക്കാരനാണ്. പഴയ നമ്മളെ ഫുട്ബോളിനെ വളർത്തിക്കൊണ്ടുവന്ന ആളാണ് അല്ലേ? ഞാൻ പോകാം. അപ്പോൾ ഈ ഒരു കളി നടക്കുന്നത് അമ്പലമൂല എന്ന് പറയുന്ന ഒരു സ്ഥലത്തോട്ടോ. നമ്മുടെ നാടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അമ്പലമൂല എന്ന് പറയുന്ന ഈ ഒരു സ്ഥലം. അപ്പോൾ നമ്മളെ ടീം അംഗങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആളുകളും ഒക്കെ സെറ്റായിട്ടുണ്ട്. ഇപ്പോൾ ടീം ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗോൾഡൻ കപ്പിന് വേണ്ടിയിട്ടാട്ടോ ഈ ഒരു കളി. മുമ്പ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഗോൾഡൻ കപ്പ് നമ്മളെ നാട്ടിൽ വന്നത്. ആ ഒരു കപ്പിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു കപ്പ് നേടണം. ഇന്നത്തെ മാച്ച് ആദ്യം നമുക്ക് വിൻ ചെയ്യണം എന്ന് കരുതിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ആളുകളൊക്കെ സെറ്റാണ്. കളിക്കാർ ഗ്രൗണ്ടിൽ ഇറങ്ങിയിട്ടുമുണ്ട്. നമ്മളിവിടുത്തെ ഗ്രൗണ്ടൊക്കെ അടിപൊളി കേട്ടോ. നല്ല ഭംഗിയുള്ള നല്ല വലിയ ഗ്രൗണ്ട്. ഇരിക്കാൻ സീറ്റില്ല എന്നുള്ള എല്ലാവരും പറയുന്ന കംപ്ലൈന്റ് ആണ്. ഇതൊക്കെ ഇരിക്കാൻ സീറ്റില്ല എന്ന് കംപ്ലൈന്റ് പറയുന്നുണ്ട്. അപ്പൊ രണ്ട് ടീമും സെറ്റായി പരിചയപ്പെടുത്തി കൊണ്ട് കേട്ടോ. അപ്പോൾ എതിർ ടീം ഗൂഡല്ലൂര് ഇറക്കുന്ന ഒരു ടീമാണ്. അതിന്റെ നമ്പർ അത് ആളുകൾ വന്നപ്പോ കാണാൻ പറ്റിയില്ലോ. അടുത്തത് നമ്മളെ ടീം രണ്ടാമത്തെ ഗോൾ അടിച്ചിരിക്കുകയാണ്. പണ്ടത്തെ മാതിരി മരല്ല ഇപ്പൊ. Attack! സുഡു പോയി. പന്ത് വാങ്ങണ
അപ്പോൾ മക്കളെ ഹാഫ് ടൈമായി. അപ്പോൾ 2 ഗോളാണ് നമ്മുടെ ടീം അടിച്ചിട്ടുള്ളത് കേട്ടോ. ഹാഫ് ടൈം കഴിഞ്ഞ് നമ്മുടെ സെക്കൻഡ് ഹാഫ് തുടങ്ങിയിടോ. ബിരാനെ അടിക്ക് ബിരാനെ കൊണ്ടോടാ അടിക്കലടാ പോയാലേ 10 മണിയാകുമ്പോഴത്തേക്ക് പരീക്ഷ പന്ത് കാര്യം മേടിച്ചാ അങ്ങനെ അപ്പൊ നമുക്ക് എത്ര ഗോളാ? 5 അപ്പൊ എന്നാലും സുഹൃത്തുക്കളെ ഈ ഒരു മാച്ച് നമ്മൾ ജയിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി അടുത്തൊരു മാച്ച് കളിച്ച് നമ്മൾ ഗോൾഡൻ കപ്പിലേക്ക് എത്തണം. ഓക്കെ.